ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് ഇച്ചിരി നല്ല ഞണ്ട് കിട്ടി, അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞണ്ടൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 നുള്ള് ഉലുവ, കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് സവാളയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും ഇടണം, പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഞണ്ട് റോസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയെക്കാട്ടിലും കുറച്ച് കൂടുതൽ മുളക് പൊടി, അളവായിട്ട് ഞാൻ പറയുന്നില്ല, അതൊരോരുത്തർ ഇഷ്ടം. ഇത് കുറച്ച് എരിവ് കുറവുള്ള പൊടിയാണ്, അതുകൊണ്ട് അത്ര ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾ, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച് ഞണ്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഞണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിലൊരു 2 തക്കാളി, ഇതൊരു 1/2 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തത്, അതിന് 2 തക്കാളി എന്ന അളവാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിലേക്ക് 2 തക്കാളി ഇടാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഈ ഒരു പാത്രത്തിന് 1.5 കപ്പ് വെള്ളം. ആ വെള്ളം നന്നായിട്ട് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കറിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മല്ലിയില നമ്മൾ ഇടണം, ഇട്ടാലേ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിൽ പൊടിച്ച ഗരം മസാല, ചിക്കൻ മസാല ഒന്നും ഇട്ടാൽ കൊള്ളത്തില്ല, വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെ ഇടണം. നമ്മളാദ്യം പെരുംജീരകം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പെരുംജീരകവും പട്ട, ഗ്രാമ്പു, ഏലക്കായ, മറ്റേ ആ പൂവ് എല്ലാം കൂടെ പൊടിച്ചത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 5 കറി വേണ്ടാന്നല്ലേ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വലിയ വലിയ യൂട്യൂബേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ചെറിയ ചാനലും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.